ട്രംപിനെതിരെ നടക്കുന്ന പാളയത്തിൽ പടയുണ്ടല്ലോ, അതില് നല്ല പേടിയുണ്ട് കേട്ടോ ട്രംപിന്. അതായത് ഒരു അർത്ഥമില്ലാത്ത മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു വോട്ടിങ്ങില് ഈ ഡെമോക്രാറ്റ്സിന്റെ കൂടെ ചേർന്നിട്ട് 4 വിവരമില്ലാത്ത റിപ്പബ്ലിക്കൻസും കൂടെ കൂടിയിട്ട് എന്നെ അല്ല തോൽപ്പിച്ചത്, എന്റെ യുദ്ധവിജയങ്ങളെ അല്ല തോൽപ്പിച്ചത്, അവർ തോൽപ്പിച്ചത് യഥാർത്ഥത്തിൽ അമേരിക്കനെയാണ് എന്നുള്ളതാണ് ട്രംപ് പറയുന്നത്. അപ്പൊ ആ പോസ്റ്റിലുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാവേ. കുറച്ച് രോദനൊക്കെ അതിനകത്ത് കാണാം. യെസ്റ്റർഡേ ഇൻ എ മീനിങ്ലെസ് വോട്ട് the House voted 4 bad Republicans and all of Democrats to limit my war powers. Right in the middle of my final negotiation to the end the war with the Islamic Republic of Iran. ഞാനൊരു ഇറാനുമായിട്ടുള്ള വാറിന്റെ ഒരു എൻഡിൽ നിൽക്കുന്ന സമയത്ത്, അതായത് അവസാനത്തിലേക്ക് പോകുന്ന സമയത്ത് മീനിങ്ലെസ് ആയിട്ടുള്ള ഒരു അർത്ഥമില്ലാത്ത ഒരു വോട്ടിങ്ങില് എല്ലാ ഡെമോക്രാറ്റ്സിന്റെയും കൂടെ ചേർന്നിട്ട് 4 റിപ്പബ്ലിക്കൻസും കൂടെ എന്റെ വാർ പവറിനെ കുറച്ചു. ഇതാണ് പുള്ളി പറയണേ. എന്നിട്ട് പറയുന്നതാണ്, ഹൂ വുഡ് ഡു സച്ച് ആൻ അൺഅപ്രോപ്രിയേറ്റ് തിങ്. ആരാണ് ഇങ്ങനെ ഒരു വൃത്തികെട്ട കാര്യം, ഇങ്ങനെ ഒരു സമയോചിതമല്ലാത്ത ഒരു കാര്യം ആരാണ് ഇപ്പൊ ഇങ്ങനെ ചെയ്യുക? എന്നിട്ട് പറയുന്നുണ്ട്, ദേ നോ വേർ ദ നെഗോസിയേഷൻ സ്റ്റാൻഡ്. എവിടെയാണ് ഇപ്പൊ ഈ നെഗോസിയേഷൻ എത്തി നിൽക്കുന്നത് എന്നുള്ളത് അവർക്കറിയാം. ദ ഡെമോക്രാറ്റ്സ് ആർ ഫ്യൂൾഡ് ബൈ Trump derangement syndrome. They would rather have our country fail than give me another of many victories. അതായത് എനിക്കുണ്ടായിട്ടുള്ള കുറെ വിക്ടറികളിലുള്ള, അല്ലെങ്കിൽ എനിക്കുണ്ടായ കുറെ വിജയങ്ങളിൽ ഒന്ന് തടയുന്നതിനേക്കാൾ അവർ ആഗ്രഹിക്കുന്നത് രാജ്യം തോൽക്കാനാണ് എന്നാണ് പറയുന്നത്. അതായത് കുറച്ചൊരു നാഷണലിസ്റ്റ്, രാജ്യം തോൽക്കുന്നു, രാജ്യത്തെ തോൽപ്പിക്കുന്നു, എന്നെ അല്ല തോൽപ്പിച്ചത്, എന്റെ വാർ പവറിനല്ല ഇല്ലാണ്ടാക്കിയത് എന്നൊരു ഒരു സാധനം കൊടുക്കുകയാണ് ഇവിടെ. എന്നിട്ട് പറയുന്നു, ദ 4 റിപ്പബ്ലിക്കൻസ് ദാറ്റ്സ് ഹോൾ അതർ സ്റ്റോറി. ആ 4 റിപ്പബ്ലിക്കൻസ് ഉണ്ടല്ലോ, എന്റെ കൂടെ കൂടിയിട്ട് എന്റെ പുറകീന്ന് കുത്തിയ 4 റിപ്പബ്ലിക്കൻസ്, അവരുടെ കഥ വേറെയാണ്. അവർ ഞാൻ പിന്നെ പറയാം അവരുടെ കഥ എന്നാ പറയുന്നത്. എന്നിട്ട് പറയുന്നത്, ദേ ആർ ഗ്രാൻഡ് സ്റ്റാൻഡേഴ്സ്. അതായത് ഗ്രാൻഡ് സ്റ്റാൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിന്റെ ഒരു എക്സാക്ട് മീനിങ് കിട്ടാൻ വെച്ചൊരു പാടാണ്. കുറച്ചും കൂടെ എന്താ പറയാ, ഒരു പബ്ലിക് അപ്പിയറൻസും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒന്ന് ആളാവാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു കൈൻഡ് ഓഫ് ധ്വനിയാണ് അവിടെ. അപ്പൊ അവരൊക്കെ കുറച്ച് ആളാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുള്ളതാണ്. ദേ ഷുഡ് അഷെയിംഡ് ഓഫ് ദംസെൽസ് മാഗ പ്രസിഡന്റ്. അവരെ കുറിച്ച് ആലോചിച്ച് തന്നെ അവർ നാണിക്കട്ടെ എന്നാ പറയുന്നത്. അപ്പൊ നല്ല വിഷമമുണ്ട് ട്രംപിന് ആ ഒരു വോട്ടിങ്ങില് പരാജയപ്പെട്ടതിന്. അതായത് 108 വോട്ടിന് 114 115 വോട്ടിനാണ് ആ ഒരു എന്താ പറയാ പ്രമേയം പാസ്സായത്. അപ്പൊ ഇനി ഈ പറയുന്ന കോൺഗ്രസിന്റെ അനുമതി ഇല്ലാണ്ട് ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് സെനറ്റിലോട്ട് പോകണം. സെനറ്റിൽ ഈ പ്രസിഡന്റിന് വീറ്റോ പവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഒരു തരത്തിലുള്ള രോദനം, ഒരു തരത്തിലുള്ള കരച്ചിലായിട്ടാണ് എനിക്ക് ഈ പോസ്റ്റ് തോന്നുന്നത്. അതായത് പുറകീന്ന് കുത്തി എന്റെ കൂടെ നിൽക്കാൻ ആളില്ല എന്നുള്ള ഒരു കൈൻഡ് ഓഫ് സാധനമാണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ളതാണ്. റിപ്പബ്ലിക്കൻസ് പറഞ്ഞ് പരത്തിയിട്ടുള്ള അപവാദങ്ങളെല്ലാം, അപവാദങ്ങളുടെ ഒക്കെ ഒരു പരിണിത ഫലം കൂടിയാണ് ഇത്. ഇങ്ങനത്തെ ഒക്കെ ഒരു ധ്വനിയാണ് അതിന് വരുന്നത്. ഇനി എവിടെയാണ് ഇറാനുമായിട്ടുള്ള ഈ പറയുന്ന നെഗോസിയേഷൻ ലാസ്റ്റ് പോയിന്റിലാണെന്ന് പറയുന്നത്? ഇറാന് ഈ കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുള്ള ഒരു പ്രസ്താവനയിൽ പറയുന്നത്, അമേരിക്കക്ക് വേണ്ട കാര്യങ്ങള്, അമേരിക്കയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങള് അമേരിക്ക തന്നിട്ടുള്ള ആ ഒരു കരാറിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് കിടക്കുന്നുണ്ട്. പക്ഷെ ഇറാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളിൽ കംപ്ലീറ്റ് അവ്യക്തതയാണ്, കംപ്ലീറ്റ് ഒരു പുകമറക്ക അകത്താണ് നിർത്തിയേക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ ഒരു കരാറിനെ ഇറാൻ അംഗീകരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇറാൻ ആക്ച്വലി ഇനി ഈ പറയുന്ന അവ്യക്തതകൾ നിലനിൽക്കുന്ന, പുകമറക്ക് പുറത്ത് നിൽക്കുന്ന രീതിയിലുള്ള കരാറുകൾ യഥാർത്ഥത്തിൽ ഇറാൻ ആവശ്യമില്ല ഇനി. അതായത് അമേരിക്കയുമായിട്ട് ഇതിനു മുന്നേ ഈ ബറാക് ഒബാമയുടെ കാലത്ത് ഒരു കരാറിലേക്ക് പോയതാണ് യഥാർത്ഥത്തില്. അതിന്ന് ഏകപക്ഷീയമായിട്ട് പിന്മാറാൻ പറ്റുന്ന രീതിയിലേക്ക് അമേരിക്കക്ക് അത് ചെയ്യാൻ പറ്റി. അപ്പൊ ഇനി അമേരിക്ക ആയിട്ട് ഒരു കരാർ വെക്കുന്ന സമയത്ത് അത് ഫൈനൽ കരാർ ആയിരിക്കും. ഈ ഇന്റർനാഷണൽ ലെവലിലുള്ള ഇറാന്റെ സ്വത്തുക്കൾ വിട്ടുകൊടുക്കുന്നതിലും, അതേപോലെ തന്നെ ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും എല്ലാം എന്തുണ്ടായിരിക്കും?
ഈ പറയുന്ന കരാറിൽ ഒരു ക്ലാരിറ്റി വരണം, അതിലൊരു തീരുമാനം ഉണ്ടാവണം എന്നുള്ളതാണ് ഇറാൻ പറയുന്നത്. അപ്പൊ അവിടെയാണ് അമേരിക്കയുടെ കാര്യങ്ങൾ മാത്രം നേടിയെടുക്കുകയും ഇറാന് ഒരു തരത്തിലുള്ള ഗുണവും ഇല്ലാതിരിക്കുകയും ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു കരാറിനെ ഇവരുണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നേ എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അമേരിക്ക തുടക്കം മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നതും. ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ ഈ രണ്ടു കൂട്ടരും തള്ളാനുള്ള കാരണം അത് തന്നെയാണ്. അതായത് അമേരിക്ക ഇറാന്റെ കാര്യത്തില്, ഇറാനുമായി ബന്ധപ്പെടുന്ന കാര്യത്തില് അവ്യക്തതകൾ നിലനിൽക്കുന്ന രീതിയിലുള്ള ചില പോയിന്റ്സ് കൊടുക്കുകയും അതിനെ ക്ലാരിഫൈ ചെയ്തിട്ട് ഇറാന്റെ കാര്യങ്ങൾ കൃത്യമാവുന്ന രീതിയിലേക്ക് അതിനെ റീഡിഫൈൻ ചെയ്ത് ഇറാൻ അമേരിക്കക്ക് തിരിച്ചു കൊടുക്കുന്ന സമയത്ത് അമേരിക്ക അത് തള്ളിക്കളയുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ഒരു പ്രോസസ്സാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പോ അമേരിക്ക യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് വാറിലൂടെ ഇവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ നെഗോസിയേഷനിലൂടെയും കരാറിലൂടെയും നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, ആ കരാർ എന്ന് പറയുന്നത് അമേരിക്കക്ക് മാത്രം ഗുണകരമാവുന്നതും ഇറാന് യാതൊരു തരത്തിലുള്ള ഗുണവും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഗുണം ഇറാന് കിട്ടാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കരാർ ആയിരിക്കണം എന്നുള്ളതും അമേരിക്കയുടെ നിർബന്ധമാണ്. അപ്പൊ ആ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ ആ നിർബന്ധത്തിന്റെ മുകളിലാണ് അവ്യക്തതകൾ നിലനിൽക്കുന്ന പുകമറക്ക് പുറകെ നിൽക്കുന്ന രീതിയിലുള്ള കരാറുകളും അതേപോലെ തന്നെ ടേംസും വ്യവസ്ഥകളും യഥാർത്ഥത്തില് ഇറാൻ ഇവര് സബ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു കരാറിനെ യാതൊരു കാരണവശാലും ഇവർ അംഗീകരിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, നെഗോസിയേഷൻ ഇനി എത്രത്തോളം നടക്കും എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. കാരണം പല തരത്തില് ബോംബാക്രമണവും മിസൈൽ ആക്രമണവും അതേപോലെ തന്നെ ഡ്രോൺ ആക്രമണം ഒക്കെ നടക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്നും വെടിനിർത്തൽ കരാറിന്റെ സീസ് ഫയറിന്റെ ലംഘനമല്ല എന്നുള്ളതാണ് അമേരിക്ക ഒരു വശത്തൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇനി ലെബനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ, അതേപോലെ തന്നെ ഈ പറയുന്ന അറ്റാക്കുകൾക്ക് ഒരു തീരുമാനമാവാതെ ഇനി അടുത്ത നെഗോസിയേഷൻ നടക്കില്ല. അപ്പൊ അവിടെയാണ് ഈ രോദനത്തിൽ ട്രംപ് പറയുന്നത്, ഇറാനുമായിട്ടുള്ള വാർ ഒരു എൻഡിലേക്ക് നിൽക്കുന്ന സമയത്ത് എന്റെ വാർ പവർ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ ഡെമോക്രാറ്റ്സിന്റെയും കൂടെ ഈ 4 റിപ്പബ്ലിക്കൻസും കൂടെ കൂടിയിട്ട് ഒരു അർത്ഥമില്ലാത്ത മീനിങ്ലെസ് ആയിട്ടുള്ള വോട്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോ ട്രംപ് പോസ്റ്റിലൂടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്.